ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 26. കോൺഗ്രസിലെ സഹോദര സ്നേഹം. ഗുരു നിത്യചൈതന്യയതി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: നാമൊക്കെ വ്യക്തിത്വമുള്ളവരാണ്. കയ്യൊപ്പിടാൻ കഴിയാത്തവർക്കും വിരലിന്റെ മുദ്ര വ്യക്തമായി പതിപ്പിക്കാൻ കഴിയും. അതുതന്നെയാണ് വ്യക്തിമുദ്ര. വിരലിൽ മാത്രമല്ല ഈ മുദ്രയിരിക്കുന്നത്. അത് വീക്ഷണത്തിലുണ്ട്, ചിന്താഗതിയിലുണ്ട്, സത്യദർശനത്തിലുണ്ട്, മൂല്യനിർണയത്തിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആഴത്തിൽ പതിഞ്ഞ വ്യക്തിമുദ്ര കണ്ടും കേട്ടും ശനിയാഴ്ച കേരളം മൂക്കത്ത് വിരൽ വെച്ചു. പ്രതിപക്ഷ നേതാവും സമരാഗ്നി ജാഥയുടെ സഹ ക്യാപ്റ്റനുമായ VD സതീശനെ KPCC പ്രസിഡന്റ് K സുധാകരൻ പരസ്യമായി പച്ചത്തെറി വിളിക്കുന്നതാണ് കേരളം കണ്ടതും കേട്ടതും. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഈ തെറിവിളി കോൺഗ്രസിലെ സഹോദര സ്നേഹമാണെന്ന് രണ്ടുപേരും പറയുന്നത് കേട്ടപ്പോഴാണ് കേരളം അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു പോയത്. പരസ്പരം തെറിവിളിച്ചാണോ ഒരു പാർട്ടിയിലെ സഹപ്രവർത്തകർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അയ്യയ്യേ എന്നല്ലാതെ എന്തു പറയാൻ? കോൺഗ്രസിലെ പരസ്പര സ്നേഹം ഇങ്ങനെയെങ്കിൽ നേതാക്കളിലൂടെ അത് വെളിപ്പെടുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. പാർട്ടിയുടെ സംസ്കാരം ഇതുതന്നെ ആയതുകൊണ്ടാവാം. മൈക്കും ക്യാമറയും ഒക്കെ ഓണാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന മട്ടിൽ AICC അംഗം ഷാനിമോൾ ഉസ്മാനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബുപ്രസാദും പെരുമാറിയത്. മൈക്കും ക്യാമറയും ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ആവാമെന്നാണ് ആ പാർട്ടിയുടെ രീതിയെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വായിച്ചെടുക്കാം. സഹോദര സ്നേഹമെന്ന് പറയുമ്പോഴും ഒരുമിച്ച് കാറിൽ കയറുമ്പോഴും ഇരുവരുടെയും മുഖം ശ്രദ്ധിച്ചവർക്കെല്ലാം ആ സ്നേഹം മനസ്സിലാവുകയും ചെയ്തു. അത് കീരിയും പാമ്പും തമ്മിലുള്ള സ്നേഹം പോലെയായിരുന്നു. നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്കിനു വേണ്ടി ഇരുവരും തല്ലുകൂടിയപ്പോഴും സ്നേഹം നാട്ടുകാർ കണ്ടു. ഇപ്പോൾ സമരാഗ്നി ജാഥ കാര്യങ്ങൾ ഒന്നുകൂടി വെളിച്ചത്തു കൊണ്ടുവന്നു. സുധാകരനും സതീശനും തമ്മിലുള്ള രൂക്ഷമായ തമ്മിലടി പുറത്തുവന്നു. വായിൽ തോന്നുന്ന സകല ഹീനപദങ്ങളും വിളിച്ചുകൂവുന്ന സുധാകരന്റെ വ്യക്തിമുദ്ര നേരത്തെ തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട്. അത്രയ്ക്ക് മലീമസമായ ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് താനെന്ന് അദ്ദേഹം തന്നെ പലവട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിഷ്കൃത സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന, പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത ജുഗുപ്സാവഹമായ വർത്തമാനങ്ങളും പ്രയോഗങ്ങളും സുധാകരൻ എത്രയോ വട്ടം നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്ത എത്രയോ അധിക്ഷേപ വാക്കുകൾ എത്ര വട്ടം അയാൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുധാകരന്റെ കെട്ടുനാറുന്ന സംസ്കാരം മലയാളികൾക്ക് പുതുമയുള്ളതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛനെ വരെ സുധാകരൻ ആക്ഷേപിച്ചു. അപ്പോഴൊക്കെ VD സതീശൻ അടക്കം അതൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ആത്മനിയന്ത്രണം, അച്ചടക്കം, നന്മയും തിന്മയും നല്ലതും ചീത്തയും തിരിച്ചറിയൽ, നല്ല പെരുമാറ്റം, അഭിപ്രായ ധീരത, ആദർശ ധീരത എന്നിവയൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. സുധാകരനിൽ നിന്നും VD സതീശനിൽ നിന്നുമൊക്കെ കേരളം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. രണ്ടുപേരുടെയും അസഹിഷ്ണുതയും ധിക്കാരം നിറഞ്ഞ പെരുമാറ്റവും സമൂഹം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ധാർമ്മിക മൂല്യങ്ങളും പരസ്പര ബഹുമാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട സംസ്കാരത്തിനെതിരെ രംഗത്തു വരും. സ്നേഹമെന്നത് ഹൃദയത്തിന്റെ ഭാഷയാണ്, അസഭ്യം പറയലല്ലെന്ന് ജനങ്ങൾക്കറിയാം.